മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ടി.ജി. മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ 51 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായം 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും അല്പമായി വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് അതിൻ്റെ 17-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ ആലോചന നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 17-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ. ഈ വാക്യത്തിൽ നിന്നും പ്രാരംഭമായിട്ട് 2 പദപ്രയോഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒന്നാമത്തെ പദപ്രയോഗം ആദ്യ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു: ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരെക്കുറിച്ച് തന്നെ പറയുന്നതായിട്ട് പ്രശംസിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ അവരെക്കുറിച്ച് പറയുന്നത്? ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല. ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ഭൗതിക ആ അവസ്ഥ അത് ആത്മീയമാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്ന് വിശ്വാസികൾ വളരെ ആത്മീയ അധംപതനത്തിൻ്റെ പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർക്ക് പ്രശംസിക്കുവാനുള്ളത് ഈ ലോകത്തിൻ്റെ ഭൗതികമായ കാര്യങ്ങളിലാണ് എന്നുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. അവർക്ക് കർത്താവിനെ കുറിച്ചൊന്നും പറയുവാനില്ല, കർത്താവിൽ പ്രശംസിക്കുവാൻ കഴിയുന്നില്ല. ആ നിലയിലാണ് ഇന്ന് വിശ്വാസ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ലവോദിക്ക സഭയുടെ അവസ്ഥയും ഇത് തന്നെയാണ് എന്നുള്ളത് സഭാകാന്തനായ കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നും നമുക്ക് ഇങ്ങനെയുള്ള അപകടകരമായ സാഹചര്യങ്ങൾ നമുക്കും കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഭൗതികമായ അളവുകോൽ കൊണ്ടാണ് നമ്മുടെ ആത്മീയതയെ അളക്കുന്നത്. പണ്ട് നമ്മുടെ ആത്മീയ പിതാക്കന്മാർ വേർപാടിനു വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഉപേക്ഷിച്ച് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങിത്തിരിച്ചു. അതിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്നുള്ള തലമുറ അനുഭവിക്കുന്നതിനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ പിതാക്കന്മാർ എന്ത് വേണ്ടെന്ന് വെച്ചുവോ, എന്തിനെ തള്ളിപ്പറഞ്ഞുവോ, ഇന്നത്തെ തലമുറ അവർ
തള്ളിക്കളഞ്ഞതായ, വേണ്ട എന്ന് അവർ അറപ്പെന്ന് കണ്ടതായ കാര്യങ്ങൾ ഇന്നത്തെ തലമുറ അത് സ്തോത്രം പറഞ്ഞുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മീഡിയകൾ പരിശോധിച്ചാൽ അതിനെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവനാമം ഇതുമൂലം ഇന്നും ദുഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മറന്നുപോകരുത്. പ്രിയപ്പെട്ടവരെ, നാം ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസിയെ നാം ഭയപ്പെടേണ്ടത് ആവശ്യമാണ്. നിന്റെ ഉള്ള അവസ്ഥ അറിയുന്നതായ ഒരു സഭാകാന്തൻ നിനക്കുണ്ട്. നീ അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്വയവഞ്ചനയും അജ്ഞതയും എത്ര വലിയ അപകടമാണ് വരുത്തി വയ്ക്കുന്നതെന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതിൻ്റെ 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ പരീശന്മാരോട്, അവിടെ ദ്രവ്യാഗ്രഹികളായ പരീശന്മാരോട് കർത്താവ് പറയുന്ന വാക്കുകളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവർ ആകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ. ഇന്ന് നിങ്ങൾ പ്രശംസിക്കുന്ന, നിങ്ങൾ പുകഴുന്നതായ കാര്യങ്ങളുണ്ടല്ലോ, മനുഷ്യരുടെ മുമ്പിൽ അത് ഉന്നതമായിരിക്കാം, എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ അത് അറപ്പാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അത് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. സ്വയവഞ്ചനയും അജ്ഞതയും അത് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. എബ്രായ ലേഖനം 3:13 നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. പാപത്തിന്റെ ചതിയിൽ ഇനിയും കഠിനപ്പെടാതെ ഇരിക്കണം, അതിലേക്ക് വീഴാതിരിക്കണം. എന്ത് ചെയ്യണം? നാൾതോറും ദൈവത്തിൻ്റെ വചനം അന്യോന്യം പ്രബോധിപ്പിച്ചും അന്യോന്യം അതിൽ നിന്നും പഠിച്ചും മുന്നോട്ട് പോകണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവ് ഇവരെക്കുറിച്ച് എന്താണ് പറയുന്നത്? രണ്ടാമത്തെ പദപ്രയോഗം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അറിയാതിരിക്കുന്നു. നിങ്ങൾ അറിയാതിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ അറിയാതിരിക്കുന്നത്? നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കിയാൽ. അപ്പോൾ ഒന്നാമതായിട്ട് അവരെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം പറയുകയാണ്, നീ ഇങ്ങനത്തെ അവസ്ഥയാണെന്ന് നീ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശ്വാസത്തിൻ്റെ മൂല്യച്യുതികളെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഭാകാന്തൻ അവരെക്കുറിച്ച് പറയുകയാണ്, അവരുടെ ഉള്ള അവസ്ഥ കർത്താവിന് അറിയുന്നു. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവ് അവരുടെ ഉള്ള അവസ്ഥ അവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്ത്? നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നൻ. ഇതാണ് ലവോദിക്ക സഭയുടെ അവസ്ഥ. ഇന്നും നമ്മെ സംബന്ധിച്ചും കർത്താവിന് എന്താണ് പറയുവാനുള്ളത്? പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വാക്കുകൾക്ക് നാം ചെവിക്കൊള്ളണം. നമുക്ക് പറയുവാനുള്ളത് കർത്താവിനെ കുറിച്ചായിരിക്കണം. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്ക് റോമാലേഖനം 7:24 പൗലോസ് ഇങ്ങനെ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുകയാണ്, നീ നിർഭാഗ്യനാണ്, അരിഷ്ടനാണ്. ഇവിടെ പൗലോസ് പറയാണ്, ഞാൻ എൻ്റെ കർത്താവില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ അരിഷ്ടതയിൽ ആയിത്തീർന്നേനെ. എന്നാൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവിനെ അറിഞ്ഞത് മൂലം
എനിക്ക് ഈ ഉന്നതമായ പദവി, ഈ അരിഷ്ടൻ എന്നുള്ള പേര് മാറി ഇന്ന് ഭാഗ്യവാൻ എന്നുള്ള ആ പദവിയിലേക്ക് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നെ പറയുകയാണ്, നീ കുരുടനാണ്, ആത്മീയ അന്ധത നിന്നെ ബാധിച്ചിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 1:17 നമ്മൾ അവിടെ വായിക്കുന്നത്, പൗലോസ് എഫേസോസിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ഇരുണ്ട അവസ്ഥയിൽ നിന്ന് ആ കർത്താവിൻ്റെ ആ അത്ഭുത പ്രകാശത്തിലേക്ക് നാം വർത്തിച്ചു വരേണ്ടത് ആവശ്യമാണ്. 2 പത്രോസ് 1:8-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരെ കുറിച്ച് അവിടെ പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവരെക്കുറിച്ച് പറയുകയാണ്, നീ കുരുടനും ഹ്രസ്വദൃഷ്ടിയുള്ളവനും മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും എന്നാണ് പത്രോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നാം സ്വയം പ്രശംസിക്കുന്ന സ്ഥാനത്ത്, നാം നമ്മെക്കുറിച്ച് പറയുന്ന സ്ഥാനത്ത്, നമ്മുടെ കർത്താവിന് നമ്മെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്? നമ്മുടെ പരിതാപകരമായ അവസ്ഥ കർത്താവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് മനസ്സിലാക്കി നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പരമേൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇന്ന് കേട്ട ചിന്ത നമ്മുടെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.